Hi, dear students, welcome back to another session of your class BPCS 185. നമ്മൾ ലാസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തത് 1-7. അതിൽ പ്രധാനമായും പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇമോഷൻസ്, തിങ്കിങ് ആൻഡ് ബിഹേവിയർ. ആ ഒരു ഭാഗമാണ് നമ്മൾ നോക്കിയിരുന്നത്. ഇപ്പോൾ ഈ ഒരു പാർട്ടിൽ നമുക്കിത് ഈ ഒരു ലെസൺ സമ്മപ്പ് ചെയ്യാനുള്ള ഒരു പാർട്ടാണ്. അതായത് എന്താണ് ഇമോഷൻസ്, അതുപോലെ തന്നെ ഫീലിങ്സ്, ദെൻ മൂഡ്, ഇവയൊക്കെ എങ്ങനെയാണ് ഒരു വ്യക്തിയിലും പ്രകടമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു എല്ലാ പാർട്ടും കൂടി നാം സമ്മപ്പ് ചെയ്യുന്ന ഒരു ഭാഗമായിട്ട് ഇതിനെ കണക്കാക്കാം. സോ യു സീ, ഇമോഷൻസ് ആർ കോംപ്ലക്സ് സ്റ്റേറ്റ്സ് ദാറ്റ് ആർ ഡിഫിക്കൽട്ട് ടു ഡിഫൈൻ ബട്ട് ആൾസോ ഫണ്ടമെൻ്റൽ ടു അവർ എക്സ്പീരിയൻസസ്. Without their existence, our individuals' interpersonal and cultural existence would be meaningless. Emotional complexity arises out of multiple components that comprise emotional experience. Subjective feelings, interpretations, psychological, bodily changes, action, tendencies, and expression. As human beings, we share certain basic or primary emotions, while more complex secondary emotions may be learned and expressed as a combination of primary emotions. So here, while emotions may ready us for action, they do not directly cause behavior. How we think about an emotional event determine which emotion is felt, what action is taken, and how the emotion is eventually expressed. These dynamics add considerable richness to our individual and social lives and allow us to adapt to situational demands. Understanding and changing our appraisal of an experience can empower us to change our reactions and gain better control our emotions. അപ്പോൾ വികാരം, വൈകാരികത, ഫീലിങ്സ്, ആക്ഷൻസ്, ഇതെല്ലാം പറയുമ്പോൾ ഇവയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇമോഷൻ എന്ന് പറയുന്നത് ഒരു സങ്കീർണമായ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് അടിസ്ഥാനപരമായി നോക്കുമ്പോഴേക്കും അത് നമ്മളുടെ എക്സ്പീരിയൻസിലൂടെയാണ്, നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളിലൂടെയാണ് നാം അതിനെ തിരിച്ചറിയുന്നത്. അവയുടെ നിലനിൽപ്പില്ലാതെ ഒരു വ്യക്തിക്കും ഇൻ്റർപേഴ്സണൽ അഥവാ കൾച്ചറൽ എക്സിസ്റ്റൻസ് ഇവിടെ പൂർണ്ണമാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇമോഷണൽ കോംപ്ലക്സിറ്റി ഉണ്ടാകുന്നത് മൾട്ടിപ്പിൾ കമ്പോണൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ആ മൾട്ടിപ്പിൾ കമ്പോണൻസ് എന്ന് പറയുന്നത് അതിൽ ഉൾപ്പെടുന്നത് വൈകാരികമായ അനുഭവങ്ങൾ തന്നെയായിരിക്കും. അതിൽ സബ്ജക്റ്റീവ് ഫീലിങ്സ് ഉണ്ടാകും, അതിൻ്റെ ഇൻ്ററാക്ഷൻസ് ഉണ്ടാകും, സൈക്കോളജിക്കൽ അഥവാ ഫിസിയോളജിക്കൽ, ബോഡിലി ചേഞ്ചസ്, ആക്ഷൻ ടെൻഡൻസീസ് എല്ലാം ഇതിനകത്ത് എക്സ്പ്രസ് ചെയ്യുന്ന ഫീലിങ്സ് ആയിട്ട് വരാമെന്നുള്ളതാണ്. അപ്പോൾ നാം ഈ ലെസണിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന വൈകാരികമായിട്ട് അറിയേണ്ടതായ വേർഡ്സ് എന്ന് പറയുന്നത് ഇമോഷൻ. എന്താണ്? ഇമോഷൻ ഈസ് എ കോംപ്ലക്സ് ചെയിൻ ഓഫ് ലൂസ്ലി കണക്റ്റഡ് ഇവൻറ്റ്സ് ദാറ്റ് ബിഗിൻസ് വിത്ത് എ സ്റ്റിമുലസ് ആൻഡ് ഇൻക്ലൂഡ്സ് ഫീലിംഗ്സ്, സൈക്കോളജിക്കൽ ചേഞ്ചസ്, ഇമ്പൾസസ് ടു ആക്ഷൻ ആൻഡ് സ്പെസിഫിക് ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ. ഓക്കെ, മറ്റൊരു വേർഡ് ഫീലിങ്സ്. ദ ടൈം ഫീലിംഗ് ഈസ് യൂസ്ഡ് ടു റെഫർ ടു എ പേഴ്സൺസ് പ്രൈവറ്റ് ഇമോഷണൽ എക്സ്പീരിയൻസ് ഓർ സെൽഫ് perception of a specific emotion. Then moods are of lower intensity, generally last for longer periods of time, even days, and may not necessarily be associated with a certain immediate events or cause. Then primary emotions are those that are basic and universal in the sense that they are hardwired, automatic, and experienced in all cultures and social contexts. Then secondary emotions. Then combinations and layers of primary emotions may be give rise to more complex emotions. These are called secondary emotions and may be culture specific. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ വന്നിട്ടുള്ള ഈ വേർഡ്സ് എല്ലാം തന്നെ നമ്മൾ ഇതിലൂടെ എല്ലാം കടന്നു പോയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നാം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ചോദിക്കാവുന്ന ചില ചോദ്യങ്ങൾ എന്ന രീതിയിൽ ആൻസേഴ്സ് ടു സെൽഫ് അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്. Question number 1. Emotion is defined as a complex chain of loosely connected events that begins with a stimulus and includes feelings, psychological changes, impulses to action, and specific goal-detected behavior. അപ്പോൾ ഇതിനകത്ത് ആ ഒരു ക്വസ്റ്റ്യൻ, ഇമോഷൻ എന്താണ്? ഇൻസ്റ്റൻറ്റ് ഫിസിക്കൽ റെസ്പോൺസ് ടു എ സ്റ്റിമുലസ് വിത്തൗട്ട് അവെയർനെസ്. ഫീലിങ്സ് എന്താണ്? കോൺഷ്യസ് അവെയർനെസ് ഓഫ് ആൻ ഇമോഷൻ ദാറ്റ് അറൈസ് ഇൻ റെസ്പോൺസ് ടു സ്റ്റിമുലസ്. ദെൻ മൂഡ്,
it can occur without an external stimulus. Then brief in duration, emotion അത് brief in duration, feelings brief in duration, അതുപോലെ തന്നെ mood it lasts over a long period of time, sometimes days. ഓക്കെ, അപ്പോൾ സെൽഫ് അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ ഫസ്റ്റ് വൺ ഇമോഷൻ, പിന്നെ ഇമോഷനും അതുപോലെ തന്നെ ഫീലിങ്സ്, മൂഡ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് സെക്കൻഡ് വൺ. തേർഡ് വൺ എന്ന് പറയുമ്പോഴോ വെൻ ഇമോഷൻസ് സെർവ് ദ പർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദ ഇനിഷ്യേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്, ദേ ആർ പെർഫോമിംഗ് ആൻ ഇൻ്റർപേഴ്സണൽ ഫങ്ഷൻ. ഇമോഷണൽ എക്സ്പ്രഷൻ പ്രൊവൈഡ് vital information about how one might feel towards another or what one intends to do with reference to another person. For example, an expression of disgust signals others to withdraw or stay away, while smile is often considered a social invitation. വെറുപ്പ് കാണിക്കുന്നവരോട് തീർച്ചയായിട്ടും അവർ അകന്ന് മാറണമെന്നും അത് ആ സമയത്ത് സ്മൈലാണെങ്കിൽ അത് നമുക്കുള്ളൊരു ഇൻവിറ്റേഷൻ, സോഷ്യൽ ഇൻവിറ്റേഷൻ ആണെന്നും എന്നുള്ള തരത്തിലായിരിക്കും. അപ്പോൾ ഇതെല്ലാം തന്നെ പ്രൈമറി ഇമോഷനുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇമോഷൻ്റെ കൊഗ്നിറ്റീവ് കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ കൊഗ്നിറ്റീവ് കമ്പോണൻസ് ആണ് ഇമോഷനെ ജഡ്ജ് ചെയ്യാനായിട്ടുള്ള ഡിറ്റർമിനിങ് ഫാക്ടറാക്കുന്നത്. ദെൻ കൾച്ചർ എക്സെപ്റ്റ് ആൻഡ് ഇമ്പാക്റ്റ് ഓൺ ഇമോഷൻ എന്നെല്ലാം പറയും. അപ്പോൾ ഇതിനകത്ത് നിന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കിയാലോ. What are the different components of emotion? Explain with the help of an example. Then second question, differentiate between primary and secondary emotions. Then third one, explain the relationship between emotion, thoughts and behavior. Then again, what is cognitive appraisal? Then how is it useful? Then next, in your opinion, are emotions disruptive or useful? Justify your answers. Okay. അപ്പോൾ ഇമോഷൻസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കമ്പോണൻസ് ഫസ്റ്റ് ഏതാണ്? ഡിഫറെൻറ്റ് കമ്പോണൻസ്, സബ്ജക്റ്റീവ് ഫീലിങ്സ്, അതുപോലെ തന്നെ കോഗ്നിറ്റീവ് എന്ന രീതിയിൽ ഇൻ്റർപ്രട്ടേഷൻ, അതായത് ഇൻ്റർപ്രട്ടേഷൻ ഓർ തിങ്കിങ്. ദെൻ ഫിസിയോളജിക് എന്ന ബോഡിലി എറോസൽ എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ അഫക്റ്റീവ്, സെക്കൻഡ് വൺ കോഗ്നിറ്റീവ്, തേർഡ് വൺ ഫിസിയോളജിക്. ദെൻ മോട്ടിവേഷണൽ, ദെൻ എക്സ്പ്രസീവ്. ഇതെല്ലാമാണ് അതിൻ്റെ ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. മോട്ടിവേഷണൽ എന്ന് പറയുന്ന കപ്പാസിറ്റി ഓഫ് ഇമോഷൻസ് ടു ഡയറക്റ്റ് വൺ ടു ഓർ എവേ ഫ്രം സം ആക്ഷൻ. അടുത്തത് എക്സ്പ്രസീവ്, ഡിസ്പ്ലേയിങ് ഇമോഷൻസ് ത്രൂ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഓർ ബോഡി ലാംഗ്വേജ്. ദെൻ ഇമോഷൻസ് ഏതെല്ലാമാണ്? പ്രൈമറി ഇമോഷൻസും സെക്കൻഡറി ഇമോഷൻസും. പ്രൈമറി ഇമോഷൻസിൽ ബേസിക് ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ്സ്, അതുപോലെ തന്നെ ഹാർഡ് വയേർഡ് ആൻഡ് യൂണിവേഴ്സൽ. സെക്കൻഡറി ഇമോഷൻസ് എന്ന് പറയുക മെയ്ഡപ്പ് ഓഫ് 2 or more പ്രൈമറി ഇമോഷൻസ്. അതേപോലെ തന്നെ സെക്കൻഡറി ഇമോഷൻസ് സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ നോട്ട് യൂണിവേഴ്സൽ ബട്ട് കൾച്ചറലി ഇൻഫ്ലുവൻസ്ഡ്. ഓക്കെ. ദെൻ കൊഗ്നിറ്റീവ് അപ്രൈസൽ, അതേപോലെ തന്നെ ഇമോഷൻസ് എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ തോട്ടും ബിഹേവിയറും എല്ലാമായി കണക്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. വെൻ എ സിറ്റുവേഷൻ ഇവൻ ഒക്കേഴ്സ്, individuals interpret or evaluate the situation to make sense of it. This occurs in the form of thought. The kind of thoughts one has about a situation may determine what one feels or experiences as an emotion. The felt emotion, in turn, has the potential to give rise to some form of action directed towards the situation. This cycle may continue with one reaction giving rise to further thoughts ആൻഡ് ഇമോഷൻ ആൻഡ് സോ ഓൺ. അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നാലാമത്തെ ചോദിക്കുന്നത് എന്താണ് കൊഗ്നിറ്റീവ് അപ്രൈസൽ? കൊഗ്നിറ്റീവ് അപ്രൈസൽ റെഫേഴ്സ് ടു ഇവാലുവേഷൻ ഓഫ് ഓർ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഇൻഫോർമേഷൻ റിസീവ്ഡ് അബൌട്ട് എ പർട്ടിക്കുലർ എൻവയോൺമെൻറ്റൽ സിറ്റുവേഷൻ ഓർ സ്റ്റേറ്റ് ഓഫ് ദി ബോഡി. അപ്രൈസൽസ് ആർ യൂസ്ഫുൾ ബിക്കോസ് they enable us to make a sense of our environment, especially emotion producing events and internal states. Specific emotions arise as a result of specific appraisals. They also influence the intensity and quality of emotions as well. It therefore follows that emotions can be changed by altering our appraisals as well. ഇൻഫോർമേഷൻസിൻ്റെ ഇൻ്റർപ്രിട്ടേഷനും അതിൻ്റെ ഇവാലുവേഷനും എന്ന രീതിയിലാണ് കൊഗ്നിറ്റീവ് അപ്രൈസൽ പറയുന്നത്. അതിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻ യുവർ ഒപ്പീനിയൻ ആർ ഇമോഷൻസ് ഡിസ്റപ്റ്റീവ് ഓർ യൂസ്ഫുൾ? ഇമോഷൻസ് എങ്ങനെയാണ്?
ഇൻ ആൻഡ് ഓഫ് ദംസെൽസ് ഇമോഷൻസ് നൈദർ എൻറ്റയർലി ഡിസ്ട്രപ്റ്റീവ് നോർ എൻറ്റയർലി യൂസ്ഫുൾ. പൂർണ്ണമായിട്ടും യൂസ്ഫുള്ളും അല്ല, പൂർണ്ണമായിട്ടും ഡിസ്ട്രപ്റ്റീവും അല്ല എന്ന് വേണം പറയാനായിട്ട്. ദ യൂട്ടിലിറ്റി ഓഫ് ഇമോഷൻ ഇസ് ഡിറ്റർമിൻഡ് ബൈ ഹൗ ആൻ ഇൻഡിവിജ്വൽ മേ യൂസ് ദം. എങ്ങനെയാണ് ഒരു വ്യക്തി അതിനെ ഉപയോഗിക്കുന്നത്. യൂസ് ദം ആസ് ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ഓഫ് ഇൻഫോർമേഷൻ ഓർ ബിക്കം perturbed by them because of his or her own difficulties in managing or using them. For example, fear has the useful function of altering us to potential danger so that we may act to protect ourselves. അതായത് ഒരു ഇമോഷൻ ഏത് തരത്തിലാണ് നിങ്ങളിലേക്ക് എത്തുന്നത്, നിങ്ങളെങ്ങനെ അതിനെ മാനേജ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഭയം നിറഞ്ഞൊരു അറ്റ്മോസ്ഫിയർ, ഒരു അന്തരീക്ഷം വരുമ്പോൾ നിങ്ങളതിനെ മാറ്റിയെടുക്കാനായിട്ട് ആ ഒരു അപകടാവസ്ഥയെ നിങ്ങൾ ആക്ട് ചെയ്യുന്നത്, നിങ്ങളെ സംരക്ഷിക്കാൻ എങ്ങനെയാണ് നിങ്ങൾ ഇടപെടുന്നത്, ഇതിനെയൊക്കെ ആശ്രയിച്ചല്ലേ നിലകൊള്ളുന്നത്. പ്രൊട്ടക്റ്റ് അവേഴ്സെൽസ്. ഓക്കെ, ഹവർ വെൻ ഇറ്റ് അറൈസസ് വെൻ ദർ ഈസ് നോ റിയൽ ത്രെറ്റ് ഇൻ ദി എൻവിയോൺമെൻറ്റ് or is extremely intense when the threat is very small in comparison and inability to manage it may lead to adverse consequences. For example, a fear of public speaking or group presentation may lead to extensive preparation and indirectly lead to improvement in performance quality. But paralyzing fear and an inability to manage it may also hinder academic success or career growth. അപ്പോൾ പലതരത്തിലാണ്. അപ്പോൾ ഒരു ഫിയർ ഉണ്ടാകുന്ന ഒരു അറ്റ്മോസ്ഫിയർ, അത് നിങ്ങൾക്കൊരു പേപ്പർ പ്രസൻറ്റേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു സ്റ്റേജ് ഫിയർ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളത് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു പ്രിപ്പറേഷൻ നടത്തിയെങ്കിൽ മാത്രമേ ആ സ്റ്റേജിൻ്റെ മുന്നിൽ അഭിമുഖീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ട്. നിങ്ങളുടെ ക്വാളിറ്റി നിങ്ങൾ തന്നെ ബെറ്റർ ആക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ എന്ത് പറ്റും, ഇറ്റ് മേ പാരലൈസിങ് ഫിയർ, അത് നിങ്ങളെ തന്നെ ഇല്ലാതാക്കും, അത് ഇന്നബിലിറ്റിയിലേക്ക് കൊണ്ടെത്തിക്കും. അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥ വരും. അക്കാഡമിക്കായിട്ട് നിങ്ങൾക്ക് എന്ത് പറ്റും, കരിയറിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആ സക്സസ്സിന് തടസ്സമായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടാക്കാം. ഇതാണ് ആ ലെസണിൻ്റെ സമ്മറി എന്ന രീതിയിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് തരാനുള്ളത്. അപ്പോൾ ആ ഒരു ലെസൺ, ഫസ്റ്റ് ലെസൺ ഇതോടുകൂടി തീരുവാണ്. അപ്പോൾ ഈ ഒരു ലെസൺ ബേസ് ചെയ്തായിട്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ BA സെക്കൻഡ് ഇയർ പൊളിറ്റിക്കൽ സയൻസ് ഫോളോ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കിത് ഉപകാരപ്രദമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ലെസൺ നിങ്ങളുടെ അറിവിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ വീഡിയോ കാണുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ദയവായി ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഒക്കെ ശ്രദ്ധിക്കണേ. ഓക്കെ, നിങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ടെങ്കിലാണ് കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, Thank you for support. Thank you for watching.